നമുക്കിന്ന് പുതിയൊരു മൊഡ്യൂൾ തുടങ്ങാം. ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുതുതായിട്ട് പഠിക്കുക, അതായത് കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യാൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ. ബാക്കി ബേസിക്സ് ഒക്കെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചത് തന്നെയാണ് കേട്ടോ. പക്ഷേ പ്ലസ് ടുവിൽ കുറെ വർഷമായി എങ്കിലും പ്ലസ് ടുവിൽ പഠിച്ച ആ ബേസിക്സ് തന്നെയാണ് നമുക്ക് ഇതിലും പഠിക്കാനുള്ളത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഷുവറായിട്ടും 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും കിട്ടും. ഓക്കെ, അത് ഒരുവിധം നമുക്ക് റെപ്പറ്റീഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇവൻതോ നമ്മുടെ കെമിക്കൽ സയൻസിന് പോലും നമുക്ക് നെറ്റിന് പോലും ഈ ഒരു ചാപ്റ്റർ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് ആ ഒരു മാർക്ക് ഷുവറായിട്ടും കിട്ടുന്ന മാർക്കാണ്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് എന്നത് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് തന്നെയാണ്. ഓക്കെ, ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ആണ്. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് പ്ലസ് ടുവിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ പ്ലസ് ടുവിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും ഉണ്ടായിരുന്നു. കുറെ ഡിഫക്ട്സും കുറച്ച് കാര്യങ്ങളൊക്കെ അത് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് സിലബസിൽ ഡിഫക്ട്സുകളില്ല. ജസ്റ്റ് ഇതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസും അതിന്റെ കുറെ എന്താ പറയാ കുറച്ച് ഇവിടെ നമുക്ക് കുറെ പ്രോബ്ലംസ് ചെയ്യാനായിട്ടായിരിക്കും കൂടുതൽ വരിക. ഓക്കെ, അപ്പൊ സോളിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഓർഡേർഡ്ലി അറേഞ്ച്, അതായത് ആറ്റങ്ങൾ അല്ലെങ്കിൽ അയോൺസുകൾ എന്താണ് ഓർഡേർഡ്ലി അറേഞ്ച്ഡ് ആയിട്ടിരിക്കുന്നവരാണ് അല്ലെ. അവരുടെ പ്രത്യേകത എന്താ? ആറ്റങ്ങൾ എല്ലാം ഓർഡേർഡ്ലി അറേഞ്ച്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തൊരു ഡെഫിനിറ്റ് ഷേപ്പ് കാണും. അതായത് മാക്സിമം എന്താ പറയാ എയറിനെ കവറപ്പ് ചെയ്തുകൊണ്ട് ആറ്റങ്ങൾ നല്ല റെഗുലർലി ആൻഡ് ഓർഡേർഡ്ലി അറേഞ്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഡെഫിനിറ്റ് ഷേപ്പ് കാണും. പിന്നെ മാക്സിമം, അതായത് ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കിനും എയർ ഉണ്ടെങ്കിൽ എയറിന്റെ പ്രസൻസ് അല്ലെങ്കിൽ സ്പേസ് വേക്കന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും മോർ റിജിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളാണ് എന്ത് സോളിഡ് എന്ന് പറയാം അല്ലെ. നമുക്കിപ്പോ ഒരു കല്ലെടുത്താൽ കല്ലിന് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റുമോ? പ്രസ് ചെയ്താൽ അത് ഞെങ്ങുള്ളൂ? ഇല്ല. അപ്പൊ അതായത് ഭയങ്കര റിജിഡ് ആയിട്ടുള്ളതാണ്. ദറ്റ് മീൻസ് ഇൻകംപ്രസിബിൾ ആണ്. ഓൾമോസ്റ്റ് ഈ പറഞ്ഞ കണക്ക് എയറിന്റെ പ്രസൻസ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആറ്റങ്ങളെ നമുക്ക് കൂടുതൽ കംപ്രസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ സ്ട്രെങ്ത്, റിജിഡിറ്റി ഇതൊക്കെ ഇതിന്റെ എന്താണ് ജനറൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്. ഇനി നമുക്ക് സോളിഡ്സുകളെ മെയിൻ ആയിട്ടും രണ്ടായിട്ട് ക്ലാസ്. നമുക്ക് ആദ്യം കുറച്ച് ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഒന്നും ഇല്ല. സോളിഡ്സുകളെ നമുക്ക് മെയിൻ ആയിട്ടും 2 ടൈപ്പ് സോളിഡുകളായിട്ടാണ് പറയുന്നത്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്സ്. അമോർഫസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയാ സോളിഡ്സിന്റെ എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ട്. എന്തിന്റെ ബേസിലാണ് ഇവരുടെ ഈ ഒരു ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാല് ആറ്റങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സുകളുടെ അറേഞ്ച്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞ ഡെഫിനിറ്റ് ഒരു അറേഞ്ച്മെന്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ക്രിസ്റ്റലൈൻ എന്ന് പറയും. ഇവിടെ നമുക്ക് അതായത് റെഗുലർ പാറ്റേൺ കാണത്തില്ല. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം സോഡിയം ക്ലോറൈഡ് അല്ലെ, നമ്മൾ ഡെയിലി കാണുന്ന സോൾട്ട്, കോമൺ സോൾട്ട്, അതിൽ നമുക്കിപ്പം ഇങ്ങനെയായിരിക്കും. ആരൊക്കെ അതിനകത്തുള്ളത്? സോഡിയം Na+ഉം Cl-. നമുക്ക് ഇങ്ങനെയായിരിക്കും അയോൺസിലൊക്കെ Na+, Cl-, Cl-, Na+, Cl-, Na+. അതായത് ഒരു കറക്റ്റ് ഒരു ഓർഡർ ഉണ്ട് ഇവർക്ക്. അതായത് ആറ്റങ്ങളുടെ റെപ്പറ്റീഷനിലായാലും ആറ്റങ്ങളെ ശരിക്കും പറഞ്ഞാൽ ഇവർക്കിടയിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഒരു ഇതിന്റെ ബേസിൽ ഒരു കറക്റ്റ് ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ആണ് ക്രിസ്റ്റലൈൻ സോളിഡ്സിനുള്ളത്. പക്ഷെ അമോർഫസ് സോളിഡ് എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ കണക്ക് എന്താ നമ്മൾ റിജിഡ് ആണ് എന്ന് പറയുമെങ്കിലും കോമൺലി ജനറൽ ക്യാരക്ടർ ആയിട്ട് റിജിഡിറ്റി നമ്മൾ പറയുമെങ്കിലും സം സോളിഡ്സ് ലൈക്ക് നമ്മുടെ ഗ്ലാസ്സിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. എന്താ? സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്ന് വിളിക്കുന്നുണ്ട്. അതായത് ഈ പണ്ട് കാലങ്ങൾ, അതായത് നമ്മൾ ഈ ഏൻഷ്യന്റ് ബിൽഡിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ, പുരാതന കാലത്തെ ബിൽഡിങ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ജനലുകളുടെ ഏറ്റവും ലോവർ പോർഷന് കട്ടി കൂടുതലും മുകൾ ഭാഗത്ത് കട്ടി കുറവായിരിക്കും. ബിക്കോസ് ഗ്ലാസ് എന്ന് പറയുന്നത് സോളിഡ് ആണ്. എസ്പെഷ്യലി ഇറ്റ്സ് ആൻ അമോർഫസ് സോളിഡ്. അമോർഫസ് സോളിഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസിന്റെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ ഒക്കെ ബേസ് കൊണ്ടിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ പറഞ്ഞ നമുക്ക് ചെറിയതായിട്ട് ആറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അയോൺസുകൾക്ക് മൂവ്മെന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു നമ്മൾ ഈ പറഞ്ഞ എത്ര പ്രസ് ചെയ്താലും ചിലപ്പോൾ കുറച്ച് എന്താണ് ഞങ്ങൾക്ക് കൊള്ളും. നമ്മളെ റബ്ബർ ഇല്ലേ, റബ്ബർ എന്താണ് ഒരു അമോർഫസ് സോളിഡിന് എക്സാമ്പിൾ ആണ്. അതുപോലെ പ്ലാസ്റ്റിക്കുകളൊക്കെ അമോർഫസ് സോളിഡുകൾക്ക് എക്സാമ്പിൾ ആണ്.
രണ്ട് ടൈപ്പ് സോളിഡാണുള്ളത്, ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ് സോളിഡ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ശരിക്കും ക്രിസ്റ്റലൈൻ സ്റ്റേറ്റ് എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡുകളെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അവരുടെ സ്ട്രക്ചേഴ്സ്, ഏതൊക്കെ തരത്തിൽ അവർക്ക് സ്ട്രക്ചേഴ്സുകൾ ഫോം ചെയ്യാൻ പറ്റും, അതൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് എന്താണ് ഇവരുടെ എന്താണ് വ്യത്യാസങ്ങളാണ്. നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുള്ളതാണ്. ക്രിസ്റ്റലൈൻ സോൾസ് എന്ന് പറയുമ്പോൾ അവർക്കൊരു റെഗുലർ ജോമെട്രി ഉണ്ട്, അല്ലെ, ഒരു ഷേപ്പ്, ഒരു കറക്റ്റ് ഷേപ്പ് ആണ്. പക്ഷെ അമോർഫസ് സോൾഡ് എന്ന് പറയുമ്പോൾ അവർക്കൊരു ഇറഗുലർ ഷേപ്പ്. അപ്പൊ നിങ്ങൾക്ക് എന്താ ഗ്ലാസിന് ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെയല്ല, നമ്മുടെ അതിനുള്ളിലെ ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ് ആണ് നോക്കുന്നത്. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡുകളൊക്കെ വളരെ ഷാർപ്പായിരിക്കും, അതായത് നമുക്ക് കട്ട് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും, വളരെ ഷാർപ്പാണ്. മറ്റേത് ഈ പറഞ്ഞ കണക്ക് ഇറഗുലർ സർഫസ് ആയിരിക്കും, അപ്പൊ നമുക്കൊരു ഷാർപ്പ് ഒരു എഡ്ജ് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഇവരെ മെൽറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് പ്ലാസ്റ്റിക് ഒക്കെ പെട്ടെന്ന് ഉരുകും, അല്ലെങ്കിൽ റബ്ബറൊക്കെ പെട്ടെന്ന് ഉരുകും. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ ക്രിസ്റ്റൽസുകൾ, ഇപ്പൊ സോഡിയം ക്ലോറൈഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ അത് ഉരുകും, എങ്കിലും നമ്മൾ മോസ്റ്റ് ഓഫ് ദി ക്രിസ്റ്റൽസുകളൊക്കെ നമുക്ക് ഉരുക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് ഹീറ്റിനെ താങ്ങും. ദെൻ ഈ ഒരു ടേം ഉണ്ട് അനൈസോട്രോപ്പി, അത് ഞാൻ പറഞ്ഞുതരാം അതെന്താണെന്ന്. പിന്നെ ക്രിസ്റ്റലൈൻ സോളിഡുകളെയാണ് നമ്മൾ ട്രൂ സോളിഡ് എന്ന് വിളിക്കുന്നത്. അമോർഫസ് സോളിഡുകളെ സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ദെൻ അറേഞ്ച്മെന്റ് ലോങ് റേഞ്ച് ഓർഡർ. ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഇതിപ്പം ക്രിസ്റ്റലൈൻ സോൾഡ് ആണ്, അതായത് നമുക്ക് ഒരു ഹെക്സഗൺ പോലെ ഈ ആറ്റങ്ങളെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അത് ത്രൂ ഔട്ട് ആ ഒരു ക്രിസ്റ്റലിനകത്ത് ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്, അല്ലെങ്കിൽ എ ബി ഇങ്ങനെ ഒരു റെഗുലർ ഫാഷൻ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ആറ്റംസ് ആയിരിക്കും നമുക്ക് ഒരു ക്രിസ്റ്റലൈൻ സോൾഡിനകത്ത് കാണാൻ പറ്റുക. പക്ഷെ അമോർഫസ് സോൾഡ് എന്ന് പറയുമ്പോൾ ചിലർക്ക് നമുക്ക് എ ബി ഇങ്ങനെ ഒരു പോകും, അതായത് ചിലപ്പോൾ റെഗുലർ അറേഞ്ച്മെന്റ് അല്ല, അവിടെ റെപ്പറ്റീഷൻ കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഒരു ലോങ് റേഞ്ച് ഓർഡർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഇത് നോക്കി വെച്ചിരുന്നാൽ മതി. ഇവിടെ നമുക്ക് അങ്ങനെയല്ല, ചിലപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ LD ക്ലർക്ക് പോലുള്ള എക്സാമിന് എങ്ങാനും ക്രിസ്റ്റലൈൻ സോളിഡ് ഏതാണ്, അമോർഫസ് സോളിഡ് ഏതാണെന്ന് എങ്ങാനും ചോദിക്കുക, അല്ലാതെ നമ്മളുടെ ഈ എക്സാമിന് ആ ഭാഗത്തൊന്നും ക്വസ്റ്റ്യൻസ് വരത്തില്ല. ദെൻ സോളിഡ്സിന്റെ, എസ്പെഷ്യലി ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അനൈസോട്രോപ്പി. അതൊരു പിക്ചറിലൂടെ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു പിക്ചർ നോക്കിക്കേ, ഈ ഫസ്റ്റ് പിക്ചർ നോക്കിക്കേ. ഈ ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് രണ്ട് ആരോ കൊടുത്തിട്ടുണ്ട്, എ എന്നുള്ള ആരോയും ബി എന്നുള്ള ആരോയും കൊടുത്തിട്ടുണ്ട്. ഈ എ എന്നുള്ള ആരോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? എ എന്നുള്ള ആരോ നോക്കിക്കേ, ആ ആരോയുടെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും എല്ലാം ആ പിങ്ക് കളർ ആറ്റങ്ങളല്ലേ കാണുന്നത്, അല്ലെ? അതെ, ദാറ്റ് മീൻസ് അതിന്റെ ഒരു സൈഡിൽ ഫുള്ള് ഒരേ ആറ്റങ്ങളാണ്. ദെൻ ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ അവിടെയും നമുക്ക് ഏകദേശം എല്ലാം ഒരേപോലെയുള്ള ആറ്റങ്ങളാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു ഡിറക്ഷനിലേക്ക് ഒരു പ്രോപ്പർട്ടി വരയ്ക്കുമ്പോൾ നമുക്ക്, അതായത് സെയിം, അതായത് ശരിക്കും പറഞ്ഞാൽ ഐസോട്രോപ്പി അല്ലെങ്കിൽ അനൈസോട്രോപ്പി എന്ന് പറഞ്ഞാൽ ചില പ്രോപ്പർട്ടീസ് എടുക്കും നമ്മൾ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പോലെയുള്ള, അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി പോലെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് എടുക്കും. ആ പ്രോപ്പർട്ടീസ് നമ്മൾ ഒരു സോളിഡിന്റെ എല്ലാ വശത്തെയും മെഷർ ചെയ്യും. അപ്പൊ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ വശത്തും ഏത് ഡിറക്ഷനിൽ, ഇപ്പൊ എ എന്നുള്ള ഡിറക്ഷനിലോ ബി എന്നുള്ള ഡിറക്ഷനിലോ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഡയറക്ഷൻ, അവരുടെ ഡയറക്ഷൻ നമ്മൾ, അല്ലെങ്കിൽ എല്ലാ ഡിറക്ഷനിലും സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സോളിഡ്സിനാണ് നമ്മൾ, അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയാണ് ഐസോട്രോപ്പി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ഈ എ എന്ന ഡിറക്ഷനിലാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഈ പല സൈഡിലൂടെയും പല ലൈൻസ് നമ്മൾക്ക് വരയ്ക്കാലോ. അപ്പോൾ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒരേപോലെയുള്ള ആറ്റങ്ങൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എ എന്ന, അല്ലെങ്കിൽ ആ എ എന്ന ഡിറക്ഷൻ നമ്മൾ ബി കൺസിഡർ ചെയ്യുന്നില്ല, എ എന്ന ഡിറക്ഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതായത് കറക്റ്റ് എക്സാക്ട് നമ്മൾ ഈ ഒരു സെക്കൻഡ് പിക്ചറിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഏത് ആംഗിളിൽ ആ മെഷർ ചെയ്താലും ഒരേ അറേഞ്ച്മെന്റ് അല്ലേ. ഇപ്പൊ ഇവിടെ എ ബി അതിന്റെ താഴെ സൈഡിൽ നമുക്ക് എ ബി അങ്ങനെ ആയിരിക്കും പോവുക. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് ഡിറക്ഷനിലും ഒരേപോലെയാണ് ആറ്റങ്ങളുടെ അറേഞ്ച്മെന്റ്. പക്ഷെ ഈ ബി എന്നുള്ള അറേഞ്ച്മെന്റ് നോക്കിക്കേ,
ഇവിടെ ബി എന്ന് അല്ലെങ്കിൽ ബി എന്നുള്ള ആ ഒരു ഡിറക്ഷൻ നോക്കിക്കേ, അവിടെ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ്. അല്ലെങ്കിൽ സച്ച് മൊത്തത്തിൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എ എന്ന ഡിറക്ഷനിൽ നമ്മൾക്ക് ഒരു വാല്യൂ, അല്ലെങ്കിൽ ബി എന്ന ഡിറക്ഷനിൽ നമുക്ക് മറ്റൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിനെയാണ് അനൈസോട്രോപ്പി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഐസോട്രോപ്പി ആരൊക്കെ കാണിക്കുന്നു വെച്ചാൽ, അതായത് എല്ലാ ഡിറക്ഷനിലും നമ്മളിപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, മെക്കാനിക്കൽ സ്ട്രെങ്ത്, ഇപ്പൊ വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ 1.55 സംതിങ് അല്ലേ, 1.5 ആണെന്ന് നമ്മൾ പറയുന്നു. അത് വാട്ടറിനെ നമ്മൾ ഏത് ആംഗിളിൽ മെഷർ ചെയ്താലും നമുക്ക് ആ വാല്യൂ 1.5 തന്നെയാണ്. അതായത് വാട്ടർ എന്ന് പറയുന്നത് അതൊരു ലിക്വിഡ് ഫോം ആണ്. അപ്പൊ ലിക്വിഡ്സിനും ഗ്യാസസും എന്ത് കാണിക്കുന്നു, ഐസോട്രോപ്പിക് ആണ്. ഓക്കെ, ഐസോട്രോപ്പി ആണ് അവരുടെ പ്രോപ്പർട്ടീസ്. അതായത് ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം ഏത് ഡിറക്ഷനിൽ മെഷർ ചെയ്താലും സെയിം ആണ്. അതേസമയം നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡുകൾക്ക് അനൈസോട്രോപ്പി ആണ്. അതായത് ഒരേ പ്രോപ്പർട്ടി തന്നെ നമ്മൾ പല ഡിറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും കാണുക. ഓക്കെ, ആ ഒരു പ്രോപ്പർട്ടിയാണ് അനൈസോട്രോപ്പി എന്ന് പറയുന്നത്. അപ്പം സോളിഡുകളുടെ, എസ്പെഷ്യലി ക്രിസ്റ്റലൈൻ സോളിഡുകളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അനൈസോട്രോപ്പി. അതുപോലെ അമോർഫ സോളിഡുകളും എന്താ കാണിക്കുന്നത്, ഐസോട്രോപ്പി. അതുപോലെ ഗ്യാസസും ലിക്വിഡ്സും ഐസോട്രോപ്പിയാണ് കാണിക്കുന്നത്. കൺസെപ്റ്റ് ഒക്കെ ആണോ? ഒരേ പ്രോപ്പർട്ടി തന്നെ നമ്മൾ ഡിഫറെന്റ് ഡിറക്ഷനിൽ മെഷർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് വാല്യൂസ് ആണെങ്കിൽ അത് അനൈസോട്രോപ്പിയും, സെയിം വാല്യൂ ആണെങ്കിൽ അത് ഐസോട്രോപ്പിയാണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ ശരിക്കും ഈ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് നമ്മൾ ചില ഫീച്ചേഴ്സ് പഠിക്കുന്നതിന്, അതായത് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇപ്പൊ ഒരു സ്ട്രക്ചർ, ഒരു ക്രിസ്റ്റലിന്റെ ഒരു സ്ട്രക്ചർ വരയ്ക്കണം. അതായത് ഒരു ക്രിസ്റ്റലിന് നമ്മുടെ ക്യൂബിന്റെ ഷേപ്പ് ആണെന്ന് വിചാരിക്കും. ക്യൂബാണ് അതിന്റെ ഷേപ്പ് എന്ന് വിചാരിക്കാം. അപ്പൊ ക്യൂബിന് എന്തുണ്ടെന്ന് നമുക്കറിയാം, ഫേസസ് ഉണ്ടെന്ന് അറിയാം അല്ലെ. അപ്പം നോർമലി ക്യൂബിന് എത്ര ഫേസസ് ആ ഉള്ളത്? 6 ഫേസസ് ആണുള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ. അപ്പൊ നമ്മൾ ഒരു ക്രിസ്റ്റലിനെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും അതിന്റെ ഫേസ് എന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഫേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഈ ഇവിടെയൊക്കെ എന്താണ്, ഒരു ആറ്റങ്ങൾ കാണും. അപ്പൊ ഈ ആറ്റങ്ങളെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു സർഫസ് കിട്ടും. ആ സർഫസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫേസ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ക്യൂബ് ആകുമ്പോൾ നമുക്ക് അങ്ങനെ എത്ര ഫേസസ്, നമുക്ക് ഡിഫറെന്റ് ഫേസസ് നമുക്ക് കിട്ടും. 6 ഫേസസ് ആണ് കിട്ടുന്നത്. ഇനി എഡ്ജ്. എഡ്ജ് എന്താ? എഡ്ജ് എന്ന് പറഞ്ഞാല് അടുത്തടുത്ത രണ്ട് ഫേസസ് തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ആ ഫോം ചെയ്യുന്ന ലൈനിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എഡ്ജ് എന്ന്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ ഈ ഒരു ഫേസും കൂടി കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഒരു എഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്ക് അതായത് ഈ ഓരോ ഫേസസും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ അവിടെ എന്താ, നമുക്ക് ഒരു ജസ്റ്റ് ഒരു ലൈൻ പോലെ കാണാറുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, എഡ്ജസ് എന്ന് വിളിക്കുന്നത്. ദെൻ ഇന്റർഫേഷ്യൽ ആംഗിൾ. ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർഫേഷ്യൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഫേസസ് തമ്മിൽ കൂട്ടിമുട്ട, എഡ്ജിന്റെ അവിടെ കൂട്ടിമുട്ടും എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഇവിടെ നമുക്ക് ഒരു ആംഗിൾ ഫോം ചെയ്യും. അതായത് ഇന്റർഫേഷ്യൽ ഫേസസുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉള്ള ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിളിനെയാണ് ഇന്റർഫേഷ്യൽ ആംഗിൾ എന്ന് വിളിക്കുന്നത്. നോർമലി ആൽഫ, ബീറ്റ, ഗാമ. ഇപ്പൊ ക്യൂബ് ആവുന്നത് കൊണ്ട് അത് മൂന്നിന്റെ വാല്യൂ എന്ത് വരും, 90 ഡിഗ്രി വരും. ഇനി ക്യൂബ് എന്നല്ല, മറ്റു പല ഷേപ്പുകളും നമുക്ക് വരും. അതിനനുസരിച്ച് നമുക്ക് ആംഗിളിൽ വ്യത്യാസം. ഹെക്സഗൺ ആവുമ്പോഴത്തേക്കിനും നമുക്ക് 120 ഡിഗ്രി ഒക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ 60 ഡിഗ്രി ഒക്കെ നമുക്ക് ആംഗിളിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ഈ 3 ടേംസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. എഡ്ജ് ലെങ്ത്. എഡ്ജിന്റെ ലെങ്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ, ബി ആൻഡ് സി എന്നാണ്. ഇവിടെ ക്യൂബ് ആവുമ്പോൾ എന്താ, എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആയിരിക്കും. 3 എഡ്ജ് ലെങ്തുകളും സെയിം ആയിരിക്കും. ദെൻ നമ്മളുടെ ഓരോ ഷേപ്പ് അനുസരിച്ച് ഈ പാരാമീറ്റേഴ്സിൽ വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഒരു സോളിഡ് അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ ഈ ക്യൂബ് ആണ് എന്ന് പറയുമ്പോൾ, അതായത് ബേസിക് സ്ട്രക്ചർ ക്യൂബ് ആണ്. ഇപ്പൊ NaCl എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ ക്യൂബ് ആണ്, ക്യൂബിക് സ്ട്രക്ചർ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും അതിന്റെ എഡ്ജ് ലെങ്തുകളെല്ലാം സെയിം
സെയിം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എഡ്ജ് ലെങ്ത് എല്ലാം സെയിം ആണ്, ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. അതുപോലെ ഇന്റർഫേഷ്യൽ ആംഗിൾസുകൾ ആൽഫ ബീറ്റ ഗാമ എന്നുള്ളത് ഇത്ര 90 ഡിഗ്രി ആയിരിക്കും. ഇതിപ്പോ അങ്ങനെ ഒരു ക്രിസ്റ്റലിന്റെ സ്ട്രക്ചർ കിട്ടിക്കാൻ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ സോൺ ആൻഡ് സോൺ ആക്സിസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമ്മൾ ഈ പറഞ്ഞ എന്താണ് ഈ ഓരോ ഫേസസ് ഓഫ് ദി ക്രിസ്റ്റൽ ഒക്കോഴ്സ് ഇൻ സെറ്റ്സ് ഓഫ് സോൺ, അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ നമ്മൾ 3D ആയിട്ട് അസ്യൂം ചെയ്യും. ഇനി ഞാൻ പറയാൻ പോണ കാര്യങ്ങളൊക്കെ നിങ്ങൾ 3D ആയിട്ടും കൂടെ അസ്യൂം ചെയ്യണേ. ക്യൂബിന്റെ എന്തെങ്കിലും ഷേപ്പ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇറേസറോ ഷാർപ്പനറോ റുബിക്സ് ക്യൂബ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് അടുത്ത് വെച്ചേക്കണേ. അപ്പൊ നമുക്ക് ഈ ഒരു ക്യൂബ് നമ്മുടെ കയ്യിൽ 3D ആയിട്ടാണ്. 3D എന്ന് പറയുമ്പോൾ അതിൽ എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, ഇസഡ് ആക്സിസ് ഉണ്ട്. അപ്പം ഈ 3 ആക്സിസിലും അതിന് ഓരോ പെർട്ടിക്കുലർ പോയിന്റ് കാണുമല്ലോ. അപ്പം ആ ക്യൂബിന്റെ ആ ഒരു ഫേസ്, അല്ലെങ്കിൽ ഇവിടെ ഞാനിപ്പം ഈ ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്ന ഈ ഫേസ്, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഓരോ ആക്സിസ് കാണുമല്ലോ, ഒരു പ്ലെയിൻ കാണുമല്ലോ, അതിനെ നമ്മൾ സോൺ എന്ന് പറയുന്നു. ഓക്കെ, പ്ലെയിനൊക്കെ നമ്മൾ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ദെൻ സോൺ ആക്സിസ് ഉണ്ട്. നമുക്ക് അത് ഞാൻ ആക്സിസ് ഇനി വരച്ച് കാണിച്ചു തരാവേ. അത് നമ്മുടെ എലമെന്റ്സ് ഓഫ് സിം. അപ്പം നിങ്ങളുടെ കയ്യിൽ ക്യൂബിന്റെ എന്തെങ്കിലും ഒരു എന്താ പറയാ സാധനം ഉണ്ടെങ്കിൽ എടുത്തൊന്ന് കൈ വെച്ചാൽ എനിക്കത് ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അത് ക്ലിയർ ആവും എന്നുള്ളത് അറിയത്തില്ല. നമ്മൾ ഈ ആക്സിസ് സിമട്രിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്താ ഒരു സിമട്രി എന്ന് പറഞ്ഞാല്, നമ്മുടെ കയ്യിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഞാനൊരു മോളിക്യൂളിനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കിനി ഗ്രൂപ്പ് തിയറി പഠിക്കാൻ നേരം ആവശ്യമായിട്ട് വരുവേ. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് വിട്ടത്. ഇവിടെ മുതൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പോവാണേ. ഓക്കെ, ഇപ്പൊ ഞാൻ വാട്ടർ മോളിക്യൂൾ എടുത്തേ. അപ്പൊ എന്താ എലമെന്റ്സ് ഓഫ് സിമട്രി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഒരു ലൈൻ ആകാം, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആകാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആകാം. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യും ആ മോളിക്യൂളിൽ. അപ്പൊ നമ്മളിവിടെ മോളിക്യൂളായിട്ട് എടുക്കണം. നിങ്ങൾ ഇതൊരു ക്യൂബിന്റെ ഭാഗമായിട്ട് എടുക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോണത് ഒരു ലൈനാണ്. ഓക്കെ, ഒരു ലൈനാണ്. ഈ ലൈനിനെ ഞാൻ ആക്സിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ ഈ ഒരു ലൈനിനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ എനിക്ക് ഈ സെയിം സാധനമാണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്? ആക്സിസ് ഓഫ് സിമട്രി ഉണ്ട്. ഒന്നും മനസ്സിലായില്ല എന്നറിയാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഈ ഹൈഡ്രജൻസിനെ ജസ്റ്റ് ലേബൽ ചെയ്യുവാണ്. ഓക്കെ, ഞാൻ ഈ ആക്സിസ്, അതായത് ഓക്സിജനിലൂടെ പാസ് ചെയ്യാണ്. ഇതെല്ലാം 3D ആണെന്ന് അസ്യൂം ചെയ്തോണം. ഓക്സിജനിലൂടെ പാസ് ചെയ്യാണ് ഈ ലൈൻ എന്ന് പറയുന്നത്. ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുവാണ്. 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? H1 ഇരുന്നതിന്റെ സ്ഥാനത്ത് H2 വരും, H2 ഇരുന്ന സ്ഥാനത്ത് H1 വരും. അതായത് പ്രത്യക്ഷത്തിൽ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ആണല്ലോ? അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? ഒരു ആക്സിസ്, ഒരു ലൈൻ ഞാൻ കൺസിഡർ ചെയ്യുന്നു. അതില് ആ ഒരു ബേസിൽ ഞാൻ ഈ മോളിക്യൂൾ ജസ്റ്റ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 180 ഡിഗ്രി, അതായത് ആലോചിച്ചോക്കെ, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും H1ന്റെ സ്ഥാനം H2 കറങ്ങി 180 ഡിഗ്രി കറങ്ങി H1ന്റെ സ്ഥാനത്ത് വരും. H1 180 ഡിഗ്രി കറങ്ങി H2ന്റെ സ്ഥാനത്തും വരും. ഓക്കെ, പക്ഷെ ഇൻ എഫക്ട് ഇതിൽ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും? നമുക്ക് ഹൈഡ്രജനെ 1 ഉം 2 ഒന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, രണ്ടുപേരും ഹൈഡ്രജൻസ് ആണ്. വിച്ച് മീൻസ് ഈ വാട്ടർ മോളിക്യൂളിൽ ഒരു ആക്സിസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് പറയാം വാട്ടർ മോളിക്യൂൾ എന്തുണ്ട്? ഒരു ആക്സിസ് ഓഫ് സിമട്രി ഉണ്ട്. ആ ആക്സിസിന്റെ കറക്റ്റ് വാല്യൂ കാണാൻ 360 ഡിവൈഡ് ബൈ നമ്മൾ എത്ര ഡിഗ്രിയിലാണ് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് C2 എന്ന് പറഞ്ഞ ഒരു ആക്സിസ് ആർക്കുണ്ട്? നമ്മുടെ വാട്ടർ മോളിക്യൂളിലുണ്ട്. ഇനി ഞാൻ ഒന്നും കൂടി ഇതിനെ 180 ഡിഗ്രി വീണ്ടും ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യുവാണ്. അപ്പൊ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പഴയതുപോലെ തന്നെ H1ന്റെ സ്ഥാനത്ത് H1 വന്നു, H2ന്റെ സ്ഥാനത്ത് H2. അപ്പൊ ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താ? ദേ ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ കോൺഫിഗറേഷൻ അല്ലെ? ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഒരു റൊട്ടേഷന്റെ ഫലമായിട്ട്, അതായത് ഒരു ലൈൻ വരയ്ക്കുന്ന, ആ ലൈനെ ഞാൻ ആക്സിസ് എന്ന് വിളിക്കുന്നു. ആ ആക്സിസിലൂടെ ഒരു പെർട്ടിക്കുലർ ഡിഗ്രിയിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ റെപ്രസെന്റേഷൻ നമുക്ക് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺഫിഗറേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം ആ മോളിക്യൂൾ എന്തുണ്ട്? ആക്സിസ് ഓഫ് സിമട്രി ഉണ്ട്. ഒരു നോക്കിക്കേ, നമ്മുടെ ഒരു ക്യൂബ്. ഈ ക്യൂബിന് ഞാനിപ്പം ഫ്രണ്ടിൽ നമ്മളെ ഫേസ് ചെയ്യുന്നതിന് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. ഈ മുകളിൽ ഇരിക്കുന്നതിന് ഞാൻ 2 എന്ന് കൊടുക്കുന്നു.
ഈ സൈഡിൽ ഇരിക്കുന്ന ഞാൻ 3 എന്ന് കൊടുക്കണം. സപ്പോസ് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രം. ദെൻ ഇത് 4 ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ 4, 3, 2 എന്നൊക്കെ പറഞ്ഞ് കുറെ ഇത് കിടക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോണത് ഈ ഇതിനകത്തൂടെ ഒരു ആക്സിസ് ഞാൻ വരച്ചു. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതാണ് കാണിക്കുന്നത്. ഈ ആക്സിസ് വരച്ചിട്ട് ഞാനൊരു 180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഓക്കെ, 180 ഡിഗ്രി റൊട്ടേറ്റ് ഇപ്പൊ ഒന്ന് നോക്കിക്കേ. അതായത് ഞാൻ 180 ഡിഗ്രി ഏത് ഡിറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെന്നുണ്ടോ? താഴേന്ന് മുകളിലേക്കാണ്. ഓക്കെ, അപ്പൊ അതായത് നമ്മുടെ മുകളിൽ ഇരിക്കുന്ന ആൾ ആരായിരുന്നു? ഏത് ഫേസ് ആണ്? രണ്ടാമത്തെ ഫേസ്. അപ്പൊ ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ 2 നേരെ ഇനി താഴെ വരും. ഓക്കെ, ഇനി അല്ല, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും ഈ 2 ആ സൈഡിലേക്ക് പോകും, ഈ 1 മുകളിലേക്ക് വരും. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അതായത് നമുക്ക് ഈ ഒരു ക്യൂബിനെ എനിക്ക് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താലും എന്ത് കിട്ടും? ഇൻഡിസ്റ്റിങ്വിഷബിൾ റെപ്രസെന്റേഷൻ. കാരണം എല്ലാ എഡ്ജ് ലെങ്തും സെയിം ആണ്, എല്ലാ ഇവിടെ ഇന്റർഫേഷ്യൽ ആംഗിളുകളും 90 ഡിഗ്രി ആണ്, സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ വേർതിരിച്ചറിയാൻ പറ്റുമോ? എല്ലാ ഡിസ്റ്റൻസുകളും സെയിം ആണ്. അതുകൊണ്ട് എനിക്ക് 180 ഡിഗ്രി ഞാൻ റൊട്ടേറ്റ് ചെയ്താലും എനിക്ക് എന്ത് കിട്ടും? ഇൻഡിസ്റ്റിങ്വിഷബിൾ റെപ്രസെന്റേഷൻ കിട്ടും. ഇനി അതേപോലെ തന്നെ എനിക്കിതിനെ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്തൂടെ? അതായത് കുറേശ്ശെ ഇത് ഇവിടെ വരുന്നു, ഇത് ഇവിടെ വരുന്നു, അങ്ങനെ 90 ഡിഗ്രി ആയിട്ട് എനിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് 360 ഡിവൈഡഡ് ബൈ 90 ആകുമ്പോൾ എന്താ? C4 ആക്സിസ്. ഓക്കെ, അതുപോലെ തന്നെ എനിക്ക് 120 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനെ നമുക്ക് പല ആക്സിസ് ഓഫ് സിമട്രി എന്തിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്ട്രക്ചർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതായത് ആ ഓപ്പറേഷൻ ഒരു ലൈനാണ് വരയ്ക്കുന്നത്, ആ ലൈനിന് വിത്ത് റെസ്പെക്ട് നമ്മളൊരു പെർട്ടിക്കുലർ, അതായത് ഒരു 360യുടെ മൾട്ടിപ്പിൾ ഏതെങ്കിലും നമ്മൾ റൊട്ടേറ്റ്, ആ ഒരു ആംഗിൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻഡിസ്റ്റിങ്വിഷബിൾ റെപ്രസെന്റേഷൻ. എന്താ ഇൻഡിസ്റ്റിങ്വിഷബിൾ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ സെയിം അപ്പിയറൻസ്. അങ്ങനെ കിട്ടുവാണെങ്കിൽ അവിടെ എന്തുണ്ട്? ഒരു ആക്സിസ് ഓഫ് സിമട്രി ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് 180 ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാന്ന്, അതായത് 180 ബൈ 360 ബൈ 180 എന്ന് പറയുമ്പോൾ 2 ഒന്നും കിട്ടത്തില്ലേ? അതിനെ നമ്മൾ 2 ഫോൾഡ് ആക്സിസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഡയാഡ് ആക്സിസ്. അതേപോലെ 120 ഡിഗ്രിയിൽ എനിക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാം, അത് നമ്മുടെ C3 ആക്സിസ് അല്ലെങ്കിൽ 3 ഫോൾഡ് ആക്സിസ്. 90 ഡിഗ്രിയിലും റൊട്ടേറ്റ് ചെയ്യിക്കാം, അതെന്താണ്? 4 ഫോൾഡ് ആക്സിസ്, ദാറ്റ് ഈസ് C4, 360 ഡിവൈഡഡ് ബൈ 90. ഓക്കെ, അപ്പോൾ ആക്സിസ് ഓഫ് സിമട്രി എന്താന്നുള്ളത് ക്ലിയർ ആണോ? ഇത് ഇവിടെ കുറച്ച് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് മുന്നോട്ട് ഗ്രൂപ്പ് തിയറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എപ്പോഴും 3Dയിൽ അസ്യൂം ചെയ്ത് നോക്കണം. എനിക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശരിക്കും 2D റെപ്രസെന്റേഷൻ ആണ് കാണുന്നത്, അത് നിങ്ങൾ മൈൻഡിൽ അത് കൊണ്ടുവരണം. ഈ പറഞ്ഞ ആക്സിസ് ഓഫ് സിമട്രി നിങ്ങൾക്ക് ക്ലിയർ ആണോ? വാട്ടറിന്റെ കേസിൽ ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? മനില ക്ലിയർ ആണോ? ഓക്കെ, കെമിസ്ട്രിക്കാര് ഗ്രൂപ്പ് തിയറി എന്നുള്ള ചാപ്റ്റർ PGക്ക് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഞാൻ എടുത്ത് ചോദിക്കുന്നില്ല. ഓക്കെ, ഇനി സെന്റർ ഓഫ് സിമട്രി. ഞാൻ കഴിഞ്ഞ ക്ലാസ് തൊട്ട് നമ്മൾ സെന്റർ ഓഫ് സിമട്രിയുടെ കാര്യം പറയുന്നുണ്ടല്ലേ. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നു, ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് 2 ലൈൻസ് വരയ്ക്കുമ്പോഴത്തേക്കിനും നമുക്ക് സെയിം ആറ്റങ്ങളെ മീറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് എന്തുണ്ട്? സെന്റർ ഓഫ് സിമട്രി ഉണ്ട്. ഇവിടെ വാട്ടറിന് ഒരു സെന്റർ ഓഫ് സിമട്രി ഉണ്ടോ? ഇല്ല. കാരണം വാട്ടറിന്റെ ഒരു സൈഡിലേക്ക് എച്ച് ഉണ്ടെങ്കിൽ മറു സൈഡ് വേക്കന്റ് ആണ്, അല്ലെങ്കിൽ ലോൺ പെയേഴ്സ് ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ ആണ്. സെയിം ആറ്റത്തിൽ നമുക്ക് മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ വാട്ടറിന് എന്തില്ല? സെന്റർ ഓഫ് സിമട്രി ഇല്ല. പക്ഷെ ഈ ക്യൂബ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു സെന്റർ ഓഫ് സിമട്രി നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ സിങ്ക്, ഇപ്പൊ സൾഫർ എന്ന് മാത്രമുള്ള സൾഫർ മാത്രമേ ഉള്ള ആറ്റങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഞാനൊരു നടുക്കൊരു പോയിന്റ്, എക്സാക്ട് ഇതിന്റെ നടുക്കൊരു പോയിന്റ് വെച്ചിട്ട് ഞാൻ ഏത് ഡിറക്ഷനിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലേക്ക് വരച്ചാലും എനിക്ക് അവിടെ സെയിം സ്ഥലത്തേക്ക് മീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഏതൊരു ഇങ്ങനെ ഒരു ആറ്റങ്ങളെ മീറ്റ് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റലിന് എന്തുണ്ടായിരിക്കും? ഒരു സെന്റർ ഓഫ് സിമട്രി ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്താണ് പ്ലെയിൻ ഓഫ് സിമട്രി എന്ന് പറഞ്ഞാല്? ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം പ്ലെയിൻ ഓഫ് സിമട്രി ആണ്. ഈ രണ്ട് പ്ലെയിൻ ഓഫ് സിമട്രി ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഞാൻ ഈ ക്യൂബ് നിങ്ങൾ മനസ്സിൽ കൺസിഡർ ചെയ്യുക, അതിന്റെ ഒത്ത നടുക്ക് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു പ്ലെയിൻ വെച്ചു, മിറർ വെച്ചു. മിറർ വെക്കുമ്പോൾ എക്സാക്ട് എന്താണോ മുകളിലുള്ളത്
അത് തന്നെ ആയിരിക്കുമല്ലോ താഴെയായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ വാട്ടർ തന്നെ എടുക്കാം. വാട്ടർ ഞാൻ എടുത്തിട്ട്, അപ്പം ഇതും 3D ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യണേ, H1 H2 എന്ന് റെപ്രസെന്റ് ചെയ്തു. ഞാൻ എന്താ ഈ ഓക്സിജനെ കട്ട് ചെയ്തുകൊണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഓക്സിജനെ നെടുകെ പിളർന്നുകൊണ്ട് ഞാനൊരു മിറർ വെക്കുവാണ്. അപ്പൊ എനിക്ക് മിറർ ഇമേജിൽ എന്താ കിട്ടുക? ഓക്സിജന്റെ പകുതിയും ഒരു ഹൈഡ്രജനുമാണ് കിട്ടുക. എക്സാക്ട് തന്നല്ലേ ഇപ്പുറത്തെ ഒരു മിറർ വെക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് സെയിം എക്സാക്ട് സാധനം തന്നല്ലേ ഇപ്പുറം കിട്ടുക, അല്ലെ? അപ്പൊ ഇപ്പുറത്തും ഓക്സിജന്റെ പകുതിയും ഒരു ഹൈഡ്രജനും ആയിരിക്കും. അതായത് ഇവിടെ എനിക്കൊരു അതായത് നമ്മള് വാട്ടർ മോളിക്യൂളിനെ നമ്മുടെ മുന്നിലാണെന്ന് വിചാരിക്കാൻ, നമ്മുടെ മുഖത്തിൽ നിന്നും ബാക്കിലോട്ട് നമ്മളൊരു കട്ട് ചെയ്യുവാണ്. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പകുതിയായിട്ട് 2 ഹാഫായിട്ട് നമുക്ക് കിട്ടും. അതായത് ഈ വാട്ടർ മോളിക്യൂൾ നമുക്ക് എന്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? ഒരു പ്ലെയിൻ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇങ്ങനെ ഇരിക്കുന്ന വാട്ടർ മോളിക്യൂൾ എല്ലാം 3D ആയിട്ട് അസ്യൂം ചെയ്യണേ. ഞാൻ എന്താ ഇങ്ങനെ ഒരു പ്ലെയിൻ, അതായത് നമ്മുടെ ഹൈഡ്രജൻ, അതായത് ഇപ്പം ഹൈഡ്രജന്റെ ആറ്റം എന്ന് പറഞ്ഞാലും സ്ഫെറിക്കൽ ഷേപ്പാണ്, ഓക്സിജന്റെ ആറ്റം എന്ന് പറഞ്ഞാലും സ്ഫെറിക്കൽ ഷേപ്പാണ്. 3 സ്ഫിയറുകളായി ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഈ 3 സ്ഫിയറുകളെയും ഒരുപോലെ കട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്ലെയിൻ വെച്ചു. അതായത് എന്താണോ എനിക്ക് മുന്നിൽ കാണുന്നത് അത് തന്നെ ആയിരിക്കുമല്ലോ ബാക്കിൽ കാണുന്നത്. എല്ലാ ആറ്റങ്ങളെയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്ത്, അപ്പൊ നമുക്കൊരു 2 പ്ലെയിൻസ് എവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും? വാട്ടർ മോളിക്യൂളിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒന്ന് മോളിക്കുലാർ പ്ലെയിനും ഉണ്ട്, അതുപോലെ തന്നെ വെർട്ടിക്കൽ പ്ലെയിനും ആണ് നമുക്കുള്ളത്. ഓക്കെ, വെർട്ടിക്കൽ പ്ലെയിൻസ്, 2 വെർട്ടിക്കൽ പ്ലെയിൻസുകളാണ് നമുക്കുള്ളത്. പിന്നെ ഓക്കെ, ഇപ്പൊ പ്ലെയിൻ ഓഫ് സിമെട്രി എന്താണെന്ന് മനസ്സിലായോ? ഒരു മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു പ്ലെയിൻ വെക്കും, ഒരു മിറർ വെക്കുമ്പോഴത്തേക്കിനും ഈക്വൽ ഹാഫ്സ് ആയിട്ട് നമുക്ക് കിട്ടണം. അതല്ല ഒരു ക്രിസ്റ്റൽ ആണ് എങ്കിൽ, ക്യൂബിക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്ത നടുക്കൂടെ ഒരു മിറർ വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട് മുകളിലും താഴെയും ഒരേ സംഭവങ്ങൾ കിട്ടും. ഈ ഒരു ഡിറക്ഷനിൽ നമുക്ക് മിറർ പ്ലെയിനുകൾ വെക്കാമല്ലോ. അപ്പോഴും എനിക്ക് എക്സാക്ട് ഈ മുകളിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെ ആയിരിക്കും താഴെയും കിട്ടുന്നത്. അതാണ് പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു ക്രിസ്റ്റൽ എടുത്താലും അതിന് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? പ്ലെയിൻ ഓഫ് സിമെട്രി പറയാൻ പറ്റും, അതുപോലെ ആക്സിസ് ഓഫ് സിമെട്രി പറയാൻ പറ്റും, ദെൻ സെന്റർ ഓഫ് സിമെട്രി നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് നമുക്ക് പ്ലെയിൻസ്, നമുക്ക് ഡയഗണൽ പ്ലെയിൻസോ മോളിക്കുലാർ പ്ലെയിനോ അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാ ക്രിസ്റ്റൽസുകൾക്കും എന്തുണ്ട്? ഈ പറഞ്ഞ തരത്തില് പല പല നമ്പർ ഓഫ് പ്ലെയിൻസ് ഓഫ് സിമെട്രിയും ആക്സിസ് ഓഫ് സിമെട്രിയും ദെൻ ഒരു സെന്റർ ഓഫ് സിമെട്രിയാണ്. ഓക്കെ, മിക്കാറുമുള്ള നമ്മളുടെ മോളിക്യൂൾസുകളൊക്കെ ഈ ക്രിസ്റ്റൽസും ഒക്കെ ഒരു സെന്റർ ഓഫ് സിമെട്രി ആയിരിക്കും പൊസസ് ചെയ്യുന്നത്, മെജോറിറ്റി. ഇനി ചില ക്രിസ്റ്റലുകൾക്ക് എന്തും ഇല്ല, സെന്റർ ഓഫ് സിമെട്രി കാണണമെന്നും ഇല്ല. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡിൽ മൊത്തത്തിൽ 23 എലമെന്റ്സ് ഓഫ് സിമെട്രി ഉണ്ട്. അതായത് 23 എലമെന്റ്സ് ഓഫ് സിമെട്രി നമുക്ക് ഏതൊക്കെ കാറ്റഗറൈസ് ചെയ്യാം? പ്ലെയിൻ ഓഫ് സിമെട്രി, ആക്സിസ് ഓഫ് സിമെട്രി ആൻഡ് സെന്റർ ഓഫ് സിമെട്രി. അതായത് സോഡിയം ക്ലോറൈഡ് നമ്മൾ ക്യൂബാണ്, ക്യൂബിക് സ്ട്രക്ചർ ആണ്. അപ്പൊ അതിൽ 9 പ്ലെയിൻസ് ഓഫ് സിമെട്രി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഈ പറഞ്ഞ ഡയഗണൽ പ്ലെയിനും മോളിക്കുലർ പ്ലെയിനും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ പറയുന്നത്. അത് വേണ്ട, ടോട്ടൽ 9 പ്ലെയിൻസ് ആണുള്ളത്. ദെൻ ആക്സിസ് ഓഫ് സിമെട്രി 13 ഡിഫറെന്റ് ആക്സിസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, ഡിഫറെന്റ് ആംഗിളിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സെന്റർ ഓഫ് സിമെട്രി ആണ് ഉള്ളത്. ഓക്കെ, താങ്ക് യു.